കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ സമരം ഒത്തുതീർപ്പാകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. CK വിജയൻ, സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒപ്പിടണം. ആശുപത്രി അനുകൂലമായ സമീപനം സ്വീകരിച്ചാലേ സമരം പിൻവലിക്കൂ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ. ഇപ്പോൾ ആശുപത്രി അനുകൂല നിലപാടെടുത്തോ? കൊയിലി മാനേജ്മെന്റ് ഇപ്പോൾ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കരാറിൽ ഒപ്പുവെച്ചു. നേരത്തെ മറ്റ് 5 മാനേജ്മെന്റുകൾ ഇതിൽ ഒപ്പുവെക്കുകയായിരുന്നു. അതേ വ്യവസ്ഥ പ്രകാരം ഇപ്പോൾ സന്തോഷം. നമ്മൾ നേരത്തെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. മറ്റാശുപത്രികളിൽ സ്വീകരിച്ചതല്ല. നാളെ മുതൽ ജോലിക്ക് കയറും. എത്ര ദിവസം? 62 ദിവസം. കുറെ ജനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. രാഷ്ട്രീയങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ചെറിയൊരു ഞങ്ങൾ പ്രതീക്ഷിച്ച കരാർ തന്നെയാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ സമരം 15,000 രൂപയ്ക്കാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. അത് ഈ ഹോസ്റ്റലിലും കൂടെ നിൽക്കുന്നതോട് വരും 13,500 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ ഇത് എല്ലാം കൂടെ ആയിട്ടൊരു 2,000 രൂപ പോലും കയ്യിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിട്ടുണ്ടായേ. ഫുഡ് പോലും കഴിക്കാണ്ട് ഞങ്ങളിവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. രാത്രി ഞങ്ങൾ കിടന്നിട്ടുണ്ട്. ഒരു തറയിൽ കിടന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ചെറിയൊരു വെളിച്ചം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ശക്തിയിൽ തുടർന്ന് ഞങ്ങളിപ്പോൾ കാട്ട് തീയായിട്ട് ഇവിടെ നിന്നു. അതേപോലെ ഞങ്ങൾക്ക് കുറേ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ല ഒരുപാട് സന്തോഷം. കൊയിലിക്കാര് ഗംഗാധരൻ സാറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സൈൻ ഇടൂല എന്നുള്ള ഒരു നിലപാടിൽ തന്നെ നിന്നുകൊണ്ടിരുന്നത്. സാറിന്റെ മക്കളെ പ്രായമല്ലേ, സാറിന്റെ ഇതിലുള്ള കുട്ടികളല്ലേ ഞങ്ങളോട് ഇന്നലെ സാറ് കാണിച്ചത് എന്താ? ഞങ്ങൾക്ക് വേറൊരു വഴിയിലായിട്ടാണ് ഞങ്ങൾ ഇന്നലെ അങ്ങനെ ചെയ്തത്. സാറ് സൈൻ ഇടൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കുറെ അടി കിട്ടി, ഇങ്ങോട്ടേക്ക് കുറെ ഇത് കിട്ടിയോണ്ട് മാത്രം ലാത്തി വെച്ച് പോലീസിന്റെ ലാത്തി വെച്ചിട്ട് വരെ ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പോലീസുകാർ ഗംഗാധരൻ സാറിന് പ്രൊട്ടക്ഷൻ കൊടുക്കാന്നുള്ള രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് രാപ്പകൽ സമരം എന്ന് പറഞ്ഞ് കളക്ടറേറ്റിന്റെ മുമ്പിലും ഇവിടെയെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ സമയത്ത് ഒരാളെയും കണ്ടിട്ടില്ല. ഒരു വനിതാ പോലീസുകാരും നമുക്ക് രാത്രി കാലങ്ങളിൽ ആരും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ ഉണ്ടായത്. വനിതാ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് രാത്രി കാലങ്ങളിൽ നമ്മൾ ഇവിടെ മിഞ്ഞാന്ന് നമ്മൾ രാത്രിക്ക് ഇവിടെ കടന്നത്. ഈ സമരം തുടങ്ങുമ്പോൾ ഇത്രയും കാലം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തീർപ്പാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഗംഗാധരൻ സാർ തന്നെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണം വരെ അവർ അവിടെ നിൽക്കട്ടെ, ഓണം കഴിഞ്ഞിട്ട് അവർ കയറട്ടെ. പല ടൈമിലും ബോൾ പോലെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന നഴ്സുമാരെ അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. എന്നിട്ടും ഒപ്പുവെക്കുന്ന ബാക്കി എല്ലാ മാനേജ്മെന്റും സമ്മതിച്ചാൽ എന്തായാലും കൊയിലി ഒപ്പുവെക്കുന്നതായിരുന്നു ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷെ ബാക്കി എല്ലാവരും വെച്ചിട്ടും നമ്മളെ മാനേജ്മെന്റ് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. സമരം നടക്കുന്നതിനിടയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. സമരം നടക്കുന്നതിന് ട്രീറ്റ്മെന്റ് ചാർജ് 950 രൂപയായിരുന്നു. ഇപ്പൊ അത് 1,200 പെർ ഡേ നേഴ്സസ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു 1/3 ഭാഗം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നില്ല. 1/3 ഭാഗം പോലും ഇല്ല. പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന അതിന്റെ ഒരു അംശം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വെറുതെ നഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ് പിരിച്ചാൽ മാത്രം പോരല്ലോ. സാധാ 7 ദിവസമായിരുന്നു വാലിഡിറ്റി ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു രോഗി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു പിറ്റേത്തെ ദിവസം വന്നിട്ട് OP ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ. സ്റ്റുഡൻസും അല്ലാണ്ട് കുറെ ANMസിനെയും വെച്ചിട്ടായിരുന്നു ഇവരുണ്ടായിരുന്നത്. ആദ്യമൊക്കെ വെറും സ്റ്റുഡൻസിന് സ്റ്റാഫാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ സമരം നടത്തിയതിന്റെ പേരിൽ നിങ്ങളോട് പകവിട്ടെന്നുള്ളൊരു തോന്നലുണ്ടോ? അത്തരം എഗ്രിമെന്റിൽ അത്തരം വ്യവസ്ഥകളൊന്നും പകയിലൊന്നും ഞങ്ങൾ വീഴൂല എന്തായാലും. അങ്ങനെ എന്തെങ്കിലും പക ഉണ്ടെങ്കിൽ കളക്ടറെ നേരിട്ട് സമീപിച്ചോ എന്ന് കളക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മുതൽ നിങ്ങൾ ജോലിക്ക്